ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഡൈപോൾ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഇൻഫിനിറ്റി സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ അതിനാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈപോൾ എന്ന് വിളിക്കുന്നത്. 2a ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സെൻറ്റർ, ഇതിന് തമ്മിലുള്ള ദൂരം സെൻറ്റർ മുതലൂടെ വരെ എയും ആണെന്നിരിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡൈപോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടേമാണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. P is equal to 2aq. ഇത് ഒന്ന് പഠിച്ചു. P is equal to 2aq. പിന്നെ ഇതിനകത്ത് ഉള്ള ഒരെണ്ണമാണ് ആക്സിൽ പോയിൻ്റിലെയും ഇക്വറ്റോറിയൽ പോയിൻ്റിലെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയുക. അപ്പം നിങ്ങൾ അതിനായിട്ട് ആക്സിൽ ഫീൽഡും ഇങ്ങനെ ഒരു AB എന്ന് പറയുന്ന 2 പോയിൻറ്റിൽ ഒരിടത്ത് -q ഒരിടത്ത് +q ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഈ സെൻറ്റർ പോയിൻ്റ് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ് R എന്ന് വിചാരിക്കുക. ഈ പോയിൻ്റ് P വരെയുള്ള ഡിസ്റ്റൻസാണ് R എന്ന് വിചാരിക്കുക. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് A ആണെന്ന് വിചാരിക്കുക. അപ്പോൾ -q നിന്നും ഇവിടേക്കുള്ളത് ഈ -q എന്ന് എഴുതുക. എത്രയാണെന്ന് 1/4πε0 q ബൈ, അപ്പോൾ -q ബൈ R + a ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. പിന്നെ അടുത്തത്, അതിന് കാരണം ഈ പോയിൻ്റിൽ -q ആയതുകൊണ്ട് ഈ ഇവിടേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതിനെ ഈ -q എന്ന് എഴുതും. അപ്പം ഡയറക്ഷൻ -1/4πε0 q ബൈ R + a ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ +q എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് പുറത്തേക്കായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഒരെണ്ണം പോസിറ്റീവ് ഇവിടെ എഴുതുമ്പോൾ ഒരെണ്ണം നെഗറ്റീവ് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇക്വേഷനും 1/4πε0 -q ബൈ R + a ദ ഹോൾ സ്ക്വയറും ഈ +q is equal to 1/4πε0 q ബൈ R - a ദ ഹോൾ സ്ക്വയർ എന്നും ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. E is equal to E + q + E - q. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ആക്സൽ is equal to 1/4πε0 qp ബൈ R³ എന്നാണ് കിട്ടുന്നത്. R³. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് R-ൻ്റെ ക്യൂബായിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ആക്സൽ അല്ലെങ്കിൽ ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് 1/R³ വേരി ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചോളുക. ഇതേപോലെ വേറെണ്ണം ചോദിക്കാനുള്ള ചാൻസ് ഉള്ളതാണ്. ഇത് -q ഇത് +q ആണെങ്കിൽ ഇതിൻ്റെ ഈ പോയിൻ്റ്, ഇതിനെ നമ്മൾ ഇക്വറ്റോറിയൽ പോയിൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് വരയ്ക്കുക. എന്നിട്ട് -qയിൽ നിന്നും എങ്ങോട്ടാണ്? -qന് അടുത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ നിന്നും പുറത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻറ്റിലേക്കായിരിക്കും ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ -qയും ഇത് ഈ +q ആണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതിനെ 2 കമ്പോണൻ്റായിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഇത് ഒരെണ്ണം ഈ കോസ് തീറ്റ ഇതും തീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. 1/4πε0 P/R³ ആയിരിക്കും. P/R³ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു -സൈൻ, അതായത് ഇത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈ ഡൈപോൾ മൊമെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ -സൈനും ഇടാറുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെൻറ്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു -സൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡെറിവേഷൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഡൈപോളിനകത്ത് പറയാനുള്ളത്. പിന്നെ
ഈ ചാപ്റ്ററിനകത്ത് എന്താണ് ഒരു ഡൈപോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ടോർക്ക് അനുഭവപ്പെടും. ആ ടോർക്കിനുള്ള ഇക്വേഷനാണ് ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിനകത്ത് വേറെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണെങ്കിൽ ടോർക്ക് അനുഭവപ്പെടുക. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണെങ്കിൽ ടോർക്ക് പി ക്രോസ് ഇ ആണ്. ഫോഴ്സ് 0 ആണ്. യൂണിഫോമിനകത്ത് ടോർക്ക് ഉണ്ടാകും, പക്ഷേ ഫോഴ്സ് 0 ആണ്. ഇനി നോൺ യൂണിഫോം, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടോർക്ക് റൊട്ടേഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ നോൺ യൂണിഫോമിൽ ടോർക്ക് ആൻഡ് ഫോഴ്സ് പ്രസൻറ്റ്, ദാറ്റ് ഈസ് ബോത്ത് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ മോഷൻ ഈസ് പ്രസൻറ്റ് ഇൻ ദ കേസ് ഓഫ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോളിന് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ടോർക്കും ഫോഴ്സും ഉണ്ടാകുന്നു. അതായത് രണ്ടും ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ട്, റൊട്ടേഷൻ മോഷനും ഉണ്ടാകുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഇതാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഗോസസ് ലോ എന്താണ്? ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്മട്രിക് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന കേസിലാണ് ഗോസസ് ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഫ്ലക്സ് എന്താണ്? ഒരു ഗിവൺ ഏരിയയിൽ കൂടി കടന്നു പോകുന്ന സർഫസിന് നോർമലായി കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടിയുള്ളതാണെങ്കിൽ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് ആ ഗിവൺ ഏരിയയിൽ കൂടി നോർമലായിട്ട് കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ് അതിനെ പറയുന്നത്. ഇയും ഡി എസും വെക്ടറാണ്, പക്ഷേ ഇതൊരു സ്കെയിലാർ ആയിരിക്കും. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഗോസസ് ലോ പറയുന്നത് the flux through a given area is phi is equal to q by epsilon 0 എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 times the net charge enclosed by the surface. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ഗോസിയൻ സർഫസ് എടുക്കുന്നു. ആ സർഫസിനകത്ത് ഉൾക്കൊള്ളുന്ന നെറ്റ് ചാർജാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പം നെറ്റ് ചാർജ് ക്യൂ ആണ്. അപ്പം നെറ്റ് ചാർജിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫൈ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഗോസസ് ലോ പറയുന്നത്. അപ്പോൾ ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടിയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1 by epsilon 0 times the net charge enclosed by the surface. അപ്പോൾ ഈ സർഫസിലുള്ള ഇതിനകത്തുള്ള നെറ്റ് ചാർജിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ അതിനെ ആഡ് ചെയ്യുമ്പോൾ നെറ്റായിട്ട് വരുന്ന ചാർജിനെയാണ് ഏത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഇതിൻ്റെ 2-3 ആപ്ലിക്കേഷനുണ്ട്. അത് സിമ്പിളായിട്ട് ഞാൻ ഇതിനകത്ത് എളുപ്പം അങ്ങ് പറയുകയാണ്. അപ്പോൾ അതിനകത്ത് ഇൻഫിനിറ്റ്ലി ലോങ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരാം. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ടൊരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുക. ഈ ഗോസിയൻ സർഫസിനകത്തൂടെയുള്ള ഇതിനകത്ത് ഈ പോയിൻ്റ് നിങ്ങൾക്കറിയാം, എപ്പോഴും പോസിറ്റീവ് ചാർജിന് പുറത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മളിവിടെ ഒരു ഡി എസ് എടുക്കുമ്പോൾ ഡി എസും എപ്പോഴും നോർമലായിട്ടാണ് വരുന്നത്. സർഫസിന് നോർമലാണ്. അപ്പോൾ ഇവിടെ സർഫസിന് നോർമൽ എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ്. ഇവിടെ മുകളിലേക്കാകുമ്പോൾ ഇങ്ങോട്ടുമാണ് ഡി എസ്. ഇവിടെ ഇങ്ങനെ മുകളിലേക്കായതുകൊണ്ട് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഈ പോയിൻറ്റിലുള്ള ഈ ഡോട്ട് ഡി എസ് എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ നമ്മൾ ഇത് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എളുപ്പം അതിൻ്റെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഡോട്ട് ഡി എസ് ആണ്. ഇപ്പോൾ ഇവിടെ ഇത് തമ്മിലുള്ള ആംഗിൾ 0 ആയതുകൊണ്ട് ഈ ഡി എസ് എന്ന് എഴുതാം. ഈ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. ക്യൂ എന്ന് പറയുന്നത് ഇതൊരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഇതിന് ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ എന്ന് എഴുതാം. ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2πr ആണ്. ഈ ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്, സിലിണ്ടറിൻ്റെ ലെങ്ത് L ആണെങ്കിൽ 2πr ഈസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. അപ്പോൾ എല്ലും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2π epsilon 0
ആർ എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തിനെ മാത്രമേ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് പറയാം. അത് ഏതിൻ്റെ കേസിൽ? ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻഫിനിറ്റ്ലി ലോങ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും. അടുത്ത ഒരെണ്ണമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. ഒരു പ്ലെയിൻ ഷീറ്റ് ആകുമ്പോൾ ഇതിന് 2 സർഫസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 സർഫസ് എടുക്കുക. അപ്പോൾ ഇത് DS, ഇവിടെയും ഒരു സർഫസ് എടുക്കുന്നു. ഇത് DS ആണ്, ഇതും DS ആണ്. ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സർഫസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പോസിറ്റീവ് ഒരു ചാർജ് ഉണ്ടെങ്കിൽ അപ്പോൾ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കാണ്, DSഉം ഇവിടേക്കാണ്. അപ്പോൾ നമ്മൾ φE = അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് എടുക്കേണ്ടത്. അപ്പോൾ Q = സിഗ്മ × A ആണ് ഇവിടെ. അപ്പോൾ φE = ഇൻ്റഗ്രൽ E.ds എടുക്കുന്നു. അപ്പോൾ ഈ ds എടുക്കുന്നു. അപ്പോൾ 2A × E ആയിരിക്കും. കാര്യം ഇൻ്റഗ്രൽ DS എന്ന് പറയുന്നത് ഇവിടെ 2 ഏരിയ ഉണ്ട്, ഈ സൈഡും ഉണ്ട് ഈ സൈഡും ഉണ്ട്. അപ്പോൾ E × ഇൻ്റഗ്രൽ E = 2AE എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ × A ആണ്. അപ്പോൾ φE = Q/ε0. അപ്പോൾ സിഗ്മ A/ε0. നമുക്കറിയാം φE = 2A × A. 2AE = സിഗ്മ A/ε0. അപ്പോൾ എയും എയും ക്യാൻസൽ ചെയ്തോട്ട് E = σ/2ε0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു പ്ലെയിൻ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഇനി അടുത്ത ഒരെണ്ണം വരുന്നതാണ് ഒരു സ്പെറിക്കൽ ഷെല്ലിനകത്ത്. നമുക്കറിയാം ഒരു സ്പെറിക്കൽ ഷെല്ലിനകത്ത് Q = 0 ആണ്. അപ്പോൾ ഇതിനുള്ളിൽ E = 0 ആയിരിക്കും. ഇനി പുറത്ത് സർഫസിൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് E = ഇതൊരു പോയിൻ്റ് ചാർജ് പോലെ കൺസിഡർ ചെയ്യുക. 1/4πε0 അതിൽ Q/r ആയിരിക്കും ഈ പോയിൻ്റിൽ വരുന്നത്. ഇനി ഈ പോയിൻ്റിലാണെങ്കിൽ 1/4πε0 Q/r ആയിരിക്കും. Q/r² ഇവിടെ വരുമ്പോൾ r² വരും. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വേരി ചെയ്യുന്നത്. ഈ ഭാഗത്ത് 0 ആയിരിക്കും, ഈ ഭാഗത്ത് വരുമ്പോൾ ഇത് 1/r² ആയിട്ട് വേരി ചെയ്യുന്നു. E is proportional to 1/r² ആയിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഇപ്പോൾ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് വരുന്ന ഇതിനടുത്ത ഈ r-ലായിരിക്കും. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ E.ds = Q/ε0. ഇൻസൈഡിൽ Q 0 ആണ്, അതുകൊണ്ട് E = 0 ആയിരിക്കും. പിന്നെ അത് എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പുസ്തകം വായിച്ചു നോക്കുക.